നമസ്കാരം. വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും നോക്കാം. ആദ്യം നോക്കാം പ്രധാന വാർത്ത. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തൽ. പോലീസ് കള്ളമൊഴിയിൽ ബലമായി ഒപ്പിട്ട് വാങ്ങിയെന്ന വിവാദത്തിൽ ഉൾപ്പെട്ട പെൺകുട്ടികളിൽ ഒരാളായ കമലേശ്വരി പ്രധാൻ 24നോട് കന്യാസ്ത്രീകൾക്കൊപ്പം മകൾ പോയത് കുടുംബത്തിന് അനുമതിയോടെയെന്ന അമ്മ. നവജാത ശിശുവിനെ കൈമാറിയ കേസിൽ അമ്മയുടെ ആൺ സുഹൃത്ത് അറസ്റ്റിൽ. യുവതിയെ വനിതാ കേന്ദ്രത്തിലേക്ക് മാറ്റി. പ്രസവത്തിന് പിന്നാലെ കുഞ്ഞിനെ കൈമാറിയത് എറണാകുളം ബിനാനിപുരത്തെ കുടുംബത്തിന്. കുഞ്ഞിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സിനിമാ കോൺക്ലേവിലെ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം വിവാദത്തിൽ. സ്ത്രീകളായതുകൊണ്ട് മാത്രം സിനിമ നിർമ്മിക്കാൻ സർക്കാർ പണം നൽകരുതെന്ന ആവശ്യം. സിനിമയെടുക്കാൻ ദളിത് വിഭാഗങ്ങൾക്ക് പരിശീലനം നൽകണം. സൂപ്പർ താര സിനിമകൾ നിർമ്മിക്കാനല്ല ജനങ്ങളുടെ നികുതി പണം നൽകേണ്ടതെന്നും അടൂർ. അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിൽ വിമർശനവുമായി സംവിധായകൻ ഡോക്ടർ ബിജു. യാതൊരു പരിശീലനവുമില്ലാതെ സർഗശേഷി മാത്രം കൈമുതലാക്കിയ അനേക മനുഷ്യർക്ക് ഈ നാട്ടിൽ സിനിമ ചെയ്യാമെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വനിതകൾക്കും സിനിമ ചെയ്യാം. അവർക്ക് മാത്രം 3 മാസത്തെ തീവ്രമായ പരിശീലനം വേണമെന്ന് പറയുന്നത് അവരെ നോക്കിക്കാണാൻ പ്രത്യേകതരം കണ്ണാടി ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്നും ഡോക്ടർ ബിജു ഫേസ്ബുക്കിൽ കുറിച്ചു. സിനിമാ കോൺക്ലേവിൽ സ്ത്രീകൾക്കും ദളിതർക്കുമെതിരെ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ വിവാദ പരാമർശം അധിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ലെന്ന് സിനിമാ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. അടൂർ ഗോപാലകൃഷ്ണന്റെ അഭിപ്രായം എന്തിനാണ് തെറ്റായി വ്യാഖ്യാനിക്കുന്നതെന്ന് മന്ത്രി. സിനിമാ രംഗത്തേക്ക് വരുന്നവർക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കണമെന്നാണ് പറഞ്ഞതെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു. ലഹരിയിടപാട് പരിശോധനയ്ക്കിടെ സഹോദരൻ അറസ്റ്റിലായ സംഭവത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസിനെതിരെ CPIM പി.കെ. ബുജേറിന്റെ കൂട്ടുപ്രതി റിയാസിനെ സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ടുപോയത് CPIM നേതാക്കൾ നിന്ന് ഫിറോസ് കള്ളം പ്രചരിപ്പിക്കുന്നതായി കുന്നമംഗലം ഏരിയ സെക്രട്ടറി പി. ഷൈബു. ലഹരിയിടപാട് പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ പി.കെ. ബുജേർ റിമാൻഡിൽ. സഹോദരൻ കുറ്റക്കാരനെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് മുസ്ലിം ലീഗ് നേതാവ് പി.കെ. ഫിറോസ്. താനോ കുടുംബമോ കേസിൽ ഇടപെടില്ലെന്ന് വിശദീകരണം. കഞ്ചാവ് കേസ് പ്രതി റിയാസും പി.കെ. ബുജേറും ലഹരിയിടപാടുമായി ബന്ധപ്പെട്ട് നടത്തിയ ചാറ്റുകൾ പോലീസിന്. പി.കെ. ഫിറോസ് രാജിവെച്ച് മാതൃക കാട്ടുമോ എന്ന് ബിനീഷ് കോടിയേരി. SKN40 ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ 2ാം ഘട്ടം ജ്യോതിർഗമയയ്ക്ക് ഉജ്ജ്വല തുടക്കം. വിദ്യാർത്ഥികളെ ലഹരി വ്യാപനം ചെറുക്കാനുള്ള കർമ്മ പദ്ധതിക്ക് ഊന്നൽ. ഉദ്ഘാടന വേദിയിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, MP രാജേഷ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ. ആശംസയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാവിലെ 11 തുടങ്ങിയ ജ്യോതിർഗമയ തത്സമയ സംപ്രേഷണം അവസാനിച്ചത് വൈകിട്ട് 5. 24ന്റെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് പിന്തുണയുമായ മലയാളികൾ. പ്രൊഫസർ M.K. സാനുവിന് വിട നൽകി കേരളം. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ കൊച്ചി രഘുവരം ശ്മശാനത്തിൽ. എറണാകുളം ടൗൺ ഹാളിലെ പൊതുദർശനത്തിൽ അന്തിമോപചാരം അർപ്പിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. പ്രിയപ്പെട്ട ഗുരുനാഥന് പ്രണാമമർപ്പിച്ച ആയിരങ്ങൾ. ആലപ്പുഴ ചേർത്തലയിലെ ദുരൂഹ തിരോധാനങ്ങൾ 4ാമത്തെ കേസിലും അന്വേഷണം. പോലീസ് പുനരന്വേഷണം നടത്തുന്നത് 5 വർഷം മുമ്പ് കാണാതായ വള്ളാങ്കുന്നം സ്വദേശി സിന്ധുവിന്റെ തിരോധാനത്തിൽ. അന്വേഷണം കസ്റ്റഡിയിലുള്ള സെബാസ്റ്റിനെ കേന്ദ്രീകരിച്ച്. സെബാസ്റ്റിന് പങ്കാളികളുണ്ടെന്ന വെളിപ്പെടുത്തലുമായി കാണാതായ ഐഷയുടെ കുടുംബം. ജൈനമ്മയെ കൊലപ്പെടുത്തി സെബാസ്റ്റിൻ സ്വർണം കൈക്കലാക്കിയെന്ന് പോലീസ് കണ്ടെത്തൽ. കൊലപാതക പരമ്പരയെന്ന് സംശയം. സർവകലാശാലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സമവായ നീക്കവുമായി സർക്കാർ. മന്ത്രിമാരായ P. രാജീവും ഡോക്ടർ R. ബിന്ദുവും ഗവർണറെ കണ്ടു. താൽക്കാലിക VC നിയമനം സുപ്രീംകോടതി വിധി പ്രകാരമെന്ന് ഗവർണർ. വിധിയുടെ ലംഘനമെന്ന് മന്ത്രിമാർ. ബംഗളൂരുവിൽ പേയിങ് ഗസ്റ്റായി താമസിച്ച മലയാളി വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായി. വീട്ടുടമ കോഴിക്കോട് സ്വദേശി അഷ്റഫ് പിടിയിൽ. ബലമായി കാറിൽ കയറ്റി നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലെത്തിച്ച് പീഡിപ്പിച്ചെന്ന് പരാതി. അതിക്രമത്തിനിരയായ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനി ആശുപത്രിയിൽ ചികിത്സയിൽ. പോലീസുകാരുടെ സാന്നിധ്യത്തിൽ TP വധക്കേസ് പ്രതി കൊടിസുനിയും സംഘവും മദ്യപിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. മുഹമ്മദ് ഷാഫിയും ഷിനോജും ദൃശ്യങ്ങളിൽ. ഗോവിന്ദചാമി ചാടിയ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വീണ്ടും സുരക്ഷാ വീഴ്ച. ജയിൽ വളപ്പിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെത്തി. ഫോൺ പിടികൂടിയത് 1ാം ബ്ലോക്കിന് സമീപം കല്ലിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ. ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ കേസെടുത്ത കണ്ണൂർ ടൗൺ പോലീസ്. സംസ്ഥാനത്ത് വീണ്ടും മഴ മുന്നറിയിപ്പ്. 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7ഉം നാളെ 6ഉം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. തെക്കൻ തമിഴ്നാടിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതായി കാലാവസ്ഥാ കേന്ദ്രം. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്ക്. കോഴിക്കോട് പതങ്കയം വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിയെ കണ്ടെത്താനായില്ല. തൃശൂർ അതിരപ്പള്ളിയിൽ കനത്ത മഴ. 4 മണിക്കൂറിൽ 90 മില്ലിമീറ്റർ മഴ പെയ്തു. പെരിങ്ങൽകുത്ത് ഡാമിൽ ജലനിരപ്പ് ഉയർന്നു. വാച്ച്മരം ഭാഗത്ത് തോട് കരകവിഞ്ഞു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കും.
CPI കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വെട്ടിനിരത്തലെന്ന് പരാതി. ഒഴിവാക്കപ്പെട്ടവരിൽ ഒരു വിഭാഗം സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജില്ലാ സെക്രട്ടറി PS സുബാൽ തുടരും. നെടുവത്തൂരിൽ CPI വിട്ട് 50ഓളം പേർ കോൺഗ്രസിൽ ചേർന്നു. കർണാടകയിൽ സ്കൂളിലെ മുസ്ലിം പ്രിൻസിപ്പലിനെ മാറ്റാൻ കുടിവെള്ള സംഭരണിയിൽ വിഷം ചേർത്തു. ശ്രീരാം സേന താലൂക്ക് സെക്രട്ടറി സാഗർ പട്ടേൽ ഉൾപ്പെടെ അറസ്റ്റിലായി. ബലഗാവി ഹുലിക്കാട്ടിൽ LP സ്കൂളിലാണ് സംഭവം. ആടുജീവിതത്തിന് ദേശീയ പുരസ്കാരം ലഭിക്കാത്തതിൽ ഏതെങ്കിലും വിവാദം തടസ്സമായോ എന്നറിയില്ലെന്ന് സംവിധായകൻ ബ്ലസി. പുരസ്കാരത്തിനായി എൻട്രികൾ അയച്ചപ്പോൾ എല്ലാ വിഭാഗത്തിലും പുരസ്കാരം കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നുവെന്നും ബ്ലസി. കോഴിക്കോട് കരപ്പറമ്പിൽ യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. പറമ്പിൽ ബസാർ സ്വദേശി ഹാഷിമാണ് മരത്തിൽ കയറി കഴുത്തിൽ കുരുക്കിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. നാട്ടുകാർ നിർബന്ധിച്ചപ്പോഴും താഴെയിറങ്ങിയില്ല. ഒടുവിൽ അഗ്നിരക്ഷാസേന എത്തിയാണ് മധ്യവയസ്കനെ താഴെയിറക്കിയത്. ധർമ്മസ്ഥല മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന നാളെയും തുടരും. ഇന്ന് പരിശോധന ഉണ്ടായിരുന്നില്ല. 3 സ്പോട്ടുകളിലെ പരിശോധനയാണ് അവശേഷിക്കുന്നത്. 6-ാം നമ്പർ സ്പോട്ടിൽ നിന്ന് മാത്രമാണ് ഇതുവരെ അസ്ഥികൾ ലഭിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് ഓവൽ ടെസ്റ്റിൽ സൂപ്പർ ക്ലൈമാക്സ്. അവസാന ദിനത്തിൽ 4 വിക്കറ്റ് ശേഷിക്ക് ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടത് 35 റൺസ്. മഴ മൂലം 4ാം ദിവസത്തെ കളി നേരത്തെ അവസാനിപ്പിച്ചപ്പോൾ ആതിഥേയർ 6 339 റൺസ് എന്ന നിലയിൽ. ഹാരി ബ്രൂക്കിനും ജോ റൂട്ടിനും സെഞ്ചുറി. പരമ്പര നഷ്ടമാവാതിരിക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യം. ഇനി നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 2 കിരീടം ലക്ഷ്യമിട്ട് അദാനി ട്രിവാൻഡ്രം റോയൽസ് ടീം പരിശീലനത്തിനായി പോണ്ടിച്ചേരിയിലേക്ക് തിരിച്ചു. ഔദ്യോഗിക യാത്രയുടെ ഫ്ളാഗ് ഓഫ് കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്നു. ടീം ഉടമയും പ്രോവിഷൻ സ്പോർട്സ് മാനേജ്മെന്റ് ഡയറക്ടറുമായ ജോസ് പട്ടാറ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫ്ളാഗ് ഓഫിന് വേദിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇനീഷ്യേറ്റീവ്സ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് പറഞ്ഞു. കൊല്ലം ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 6 കിലോ കഞ്ചാവ് പിടികൂടി. പെരുന്നാട് സ്വദേശി അഭിലാഷ്, കൊല്ലം സ്വദേശി അനീസ് എന്നിവരാണ് പിടിയിലായത്. പത്തനംതിട്ട കോഴഞ്ചേരിയിൽ ബൈക്കിലെത്തിയ സംഘം സ്ത്രീയുടെ മാല മോഷ്ടിച്ചു. കോഴഞ്ചേരി സ്വദേശി ഉഷ ജോർജിന്റെ മാലയാണ് മോഷണം പോയത്. വയനാട് വൈത്തിരിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ദേശീയപാതയിലെ ഹണി മ്യൂസിയത്തിന് സമീപമാണ് ആന എത്തിയത്. ഹണി മ്യൂസിയത്തിലെ പാർക്കിലെ ഉപകരണങ്ങൾ കാട്ടാന കറക്കുന്ന ദൃശ്യം പുറത്തു. കൊല്ലം അഞ്ചൽ ആയൂർ റോഡിൽ ഇരുമ്പ് പൈപ്പുകൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ലോറിയിൽ കൊണ്ടുപോയ ഇരുമ്പ് പൈപ്പുകളാണ് റോഡിൽ വീണത്. കോഴിക്കോട് വടകര റൂട്ടിലെ ബസ്സുകൾ സർവീസ് ആരംഭിച്ചു. വടകര ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വാട്സാപ്പിലൂടെ പണിമുടക്കിന് ആഹ്വാനം ചെയ്തതിനെ തുടർന്ന് ഇന്ന് ഡിവൈഎഫ്ഐ ബസ്സുകൾ തടഞ്ഞിരുന്നു. കൊല്ലത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊട്ടാരക്കര നീലേശ്വരം സ്വദേശി ആനന്ദ ഹരിപ്രസാദിനെയാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കോട്ടയം പാല കൊട്ടാരമറ്റത്ത് യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുറിച്ചിത്താനം സ്വദേശി രതീഷാണ് മരിച്ചത്. RV ജംഗ്ഷന് സമീപമാണ് സംഭവം. തൃശൂർ മലക്കപ്പാറയ്ക്ക് സമീപം വീരൻകുടി ഉന്നതിയിൽ വീണ്ടും പുലി ഇറങ്ങി. 4 വയസ്സുകാരനെ പുലി ആക്രമിച്ചതിന് ശേഷം 3ാം തവണയാണ് പുലി ഇറങ്ങുന്നത്. ഉന്നതിയിലെ കുടിലുകൾക്കടുത്ത് ഉൾപ്പെടെ പുലി കയറി. കോഴിക്കോട് താമരശ്ശേരിയിൽ സ്വകാര്യ ബസ് യാത്രക്കാരും കാർ യാത്രികരും തമ്മിൽ സംഘർഷം. കാറിൽ ബസ് ഇടിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. പാലക്കാട് വാണിയംകുളത്ത് കാട്ടുപന്നികളെ കൂട്ടത്തോടെ വെടിവെച്ചു കൊന്നു. 18 മണിക്കൂർ നീണ്ട ദൗത്യത്തിൽ 50 കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നത്. മലപ്പുറം പുളിക്കലിൽ ജനവാസ മേഖലയ്ക്ക് സമീപം ടൺ കണക്കിന് ആശുപത്രി മാലിന്യം തള്ളിയതായി പരാതി. പ്രദേശത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി. മാലിന്യം തള്ളിയവർക്ക് പിഴ ചുമത്തി. പാലക്കാട് മകളെ ശല്യം ചോദ്യം ചെയ്തതിന് പിതാവിന്റെ ഓട്ടോറിക്ഷ കത്തിച്ചു. മേലെപ്പറമ്പ് സ്വദേശി ആഷിഖ് പിടിയിൽ. വയനാട് തിരുനെല്ലിയിൽ കരടിയുടെ ആക്രമണത്തിൽ തേൻ ശേഖരിക്കാൻ പോയ മധ്യവയസ്കന് പരുക്ക്. ബേഗൂർ കാട്ടുനായ്ക്ക ഉന്നതിയിലെ കുമാരനാണ് പരിക്കേറ്റത്. കൊല്ലത്ത് യുവാക്കൾ തമ്മിൽ നടുറോഡിൽ ഏറ്റുമുട്ടി കാറ് കത്തിച്ചു. പറവൂർ പൂതക്കുളം ആശാരിമുക്കിൽ ഇന്ന് രാവിലെയാണ് സംഭവം. കാർ യാത്രികനായ കണ്ണന് വെട്ടേറ്റു. എറണാകുളത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരുക്ക്. 2 പേരുടെ നില ഗുരുതരം. തൃശൂർ ചായ്പൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമും സൂംബ പരിശീലനവും സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് പേരാമ്പ്രയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. എഡിസൺ ഫ്രാൻസ്, ജെയ്സൺ കീരിയത്ത് എന്നിവർ ക്ലാസ് നയിച്ചു.
ആലപ്പുഴയിലെ ചാത്തനാട് സെന്റ് അൽഫോൺസ ദേവാലയത്തിൽ വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ ആന്റോ ആന്റണി പെരുമ്പള്ളിത്തറയാണ് ചടങ്ങ് നിർവഹിച്ചത്. കൊച്ചി ഏഴുമല നാവിക അക്കാദമിയുടെ കമാൻഡറായി വൈസ് അഡ്മിറൽ മനീഷ് ചത്ത ചുമതലയേറ്റു. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് സ്പെഷ്യലിസ്റ്റായ മനീഷ് ചത്ത 1991 ജൂലൈ 1 നാവികസേനയിൽ സേവനം ആരംഭിച്ചത്. നൊച്ചിമ സേവന ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ അഞ്ജന റോയ് എഴുതിയ ഇംഗ്ലീഷ് കഥാസമാഹാരം സ്റ്റോറീസ് മൈ ഹൗസ് നോസ് പ്രകാശനം ചെയ്തു. KMA കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സേവന ലൈബ്രറി സെക്രട്ടറി അഡ്വക്കേറ്റ് OK ഷംസുദ്ദീൻ, KMA കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KM അബ്ദുൽ കരീം, AA സഹദ് എന്നിവർ സംസാരിച്ചു. പത്രദൃശ്യമാധ്യമ രംഗത്ത് നിസ്തുല സേവനം നൽകുന്ന മാധ്യമപ്രവർത്തകർക്കായി തൃശൂരിലുള്ള ദി അന്തിക്കാർഡ്സ് UAE എന്ന പ്രവാസി കൂട്ടായ്മ നൽകുന്ന പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. 24 അന്തിക്കാട് റിപ്പോർട്ടർ മണികണ്ഠൻ കുറുപ്പത്തിന് സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉപഹാരം കൈമാറി. കാട്ടുപന്നികളുടെ ആക്രമണം തടയുന്നതിനും കർഷകർക്ക് സംരക്ഷണം നൽകുന്നതിനും ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന മിഷൻ വൈൽഡ് പിഗ് പദ്ധതിയുടെ ഭാഗമായി അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ വനം വകുപ്പിന്റെ ബോധവൽക്കരണ യോഗം സംഘടിപ്പിച്ചു. പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് യോഗത്തിൽ അവതരിപ്പിച്ചത്. 100 ന്യൂസ് തുടരുന്നു. ഇനി നോക്കാം പ്രധാന അറിയിപ്പുകൾ. കൊല്ലം PVHSS അധ്യാപക ഒഴിവ്. ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക് വിഷയത്തിലേക്കാണ് ഒഴിവ്. അഭിമുഖം നാളെ. പത്തനംതിട്ട മലയാലപ്പുഴ SNDP UP സ്കൂളിൽ LP ST അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 5. പത്തനംതിട്ട അങ്ങാടിക്കൽ തെക്ക് SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ DCA കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. അപേക്ഷിക്കാൻ അവസാന തീയതി ഈ മാസം 14. ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ഒഴിവ്. അഭിമുഖം ഈ മാസം 11. ആലപ്പുഴ ആർത്തുങ്കൽ ഗവൺമെന്റ് ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ കായിക പരിശീലകൻ നിയമിക്കുന്നു. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഈ മാസം 8. ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ പശുപരിപാലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന പരിപാടി സംഘടിപ്പിക്കുക ഈ മാസം 11 മുതൽ 16 വരെ. കായംകുളം ഭീമാശക്തി എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയിലേക്ക് LIC വഴി വനിതകളെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 8. കോട്ടയം വയല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലർക്ക് തസ്തികയിലേക്ക് ഒഴിവ്. അഭിമുഖം ഈ മാസം 6. കോട്ടയം ചീരംകുളം ഗവൺമെന്റ് UP സ്കൂളിൽ അധ്യാപക ഒഴിവ് ഹിന്ദി വിഷയത്തിലേക്ക്. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക്. തൃശൂർ എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിൽ സീറ്റ് ഒഴിവ് എക്കണോമിക്സ്, ഇംഗ്ലീഷ്, മാത്സ്, കൊമേഴ്സ് വിഷയങ്ങളിൽ. കൊട്ടാരക്കര ജവഹർ നവോദയ വിദ്യാലയത്തിൽ ഈ വർഷം 11ാം ക്ലാസ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. സയൻസിന് 1 സീറ്റും കൊമേഴ്സിന് 19 സീറ്റും ഒഴിവുണ്ട്. മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 10. ഇനി ദേശീയ വാർത്തകൾ. ഉത്തർപ്രദേശിൽ കാറ് കനാലിലേക്ക് മറിഞ്ഞ് 11 പേർ മരിച്ചു. അപകടമുണ്ടായത് ഗോണ്ടയിൽ. ഇൻഡിഗോ വിമാനത്തിൽ നിന്ന് കാണാതായ യാത്രക്കാരനെ അസമിൽ നിന്നും കണ്ടെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ടെത്തിയത് ഹുസൈൻ അഹമ്മദ് മസുംദാറിനെ. മുംബൈയിൽ നിന്നുള്ള ടേക്ക് ഓഫിന് മുമ്പ് പരിഭ്രാന്തനായ ഹുസൈനെ സഹയാത്രികൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഒഡീഷയിൽ ക്രൂര കൊലപാതകം. അക്രമികൾ തീ കൊളുത്തിയ 15-കാരി കൊല്ലപ്പെട്ടു. മരണം ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കെ. അക്രമികളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഒഡീഷയിൽ ക്രമസമാധാനം തകർന്നതായ കോൺഗ്രസ് MP സപ്തഗിരി. പെൺകുട്ടികളെ തീകൊളുത്തി കൊലപ്പെടുത്തിയവരെ കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത സർക്കാർ രാജിവെക്കണമെന്ന MP രൂക്ഷ വിമർശനം. ഛത്തീസ്ഗഡിൽ തെരുവ് നായ കഴിച്ച ഭക്ഷണം സ്കൂൾ കുട്ടികൾക്ക് വിളമ്പി. സംഭവം ബലൂദ ബസാർ ജില്ലയിൽ സർക്കാർ സ്കൂളിൽ. ഇക്കാര്യം അധ്യാപകരെ അറിയിച്ചത് വിദ്യാർത്ഥികൾ. ജമ്മു കശ്മീർ അഖാലയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. മേഖലയിൽ സുരക്ഷാസേനയുടെ തിരച്ചിൽ തുടരുന്നു. പ്രദേശത്ത് 4 ഭീകരർ കൂടി ഒളിച്ചിരിക്കുന്നതായി റിപ്പോർട്ട്. ഇന്ത്യ സഖ്യവുമായി വീണ്ടും ചേർന്ന് നിൽക്കാൻ തൃണമൂൽ കോൺഗ്രസ്. ഈ മാസം 7 ചേരുന്ന സഖ്യയോഗത്തിൽ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി പങ്കെടുക്കും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാണ്.
സ്പൈസ് ജെറ്റ് ജീവനക്കാർക്ക് യാത്രക്കാരന്റെ ക്രൂരമർദ്ദനം. 4 ജീവനക്കാർക്ക് ഗുരുതര പരുക്ക്. കഴിഞ്ഞ മാസം 26-ന് ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനത്തിന്റെ ബോർഡിംഗ് ഗേറ്റിൽ വെച്ചാണ് ആക്രമണം. അസമിലെ ഗോലാഘട്ട് ജില്ലയിൽ മോഷണക്കുറ്റം ആരോപിച്ച് വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ച പോലീസ്. ആന്ധ്രാപ്രദേശിലെ ഗ്രാനൈറ്റ് ക്വാറിയിൽ അപകടത്തിൽ 6 പേർക്ക് ദാരുണാന്ത്യം. അപകടത്തിൽപ്പെട്ട പലരുടെയും നില ഗുരുതരമായി തുടരുന്നു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ വസതിയിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന വ്യാജ സന്ദേശം നൽകിയ ആൾ പിടിയിലായ നാഗ്പൂർ സ്വദേശി ഉമേഷ് വിഷ്ണു റൌട്ട്. പനീർസെൽവത്തെ DMK മുന്നണിയിലേക്ക് ക്ഷണിച്ച് VCK നേതാവ് തിരുമാളവൻ. പനീർസെൽവം മുന്നണിയിലേക്ക് വരുന്നതിൽ ആർക്കും എതിരെ അഭിപ്രായമില്ല. BJPയുടെ പടിയിൽ നിന്ന് ആര് പുറത്തു കടന്നാലും സന്തോഷമെന്നും MP തിരുമാളവൻ. കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഛത്തീസ്ഗഡ് സർക്കാരിനെതിരെ പ്രതിഷേധവുമായി തമിഴ്നാട് കോൺഗ്രസ്. ചെന്നൈയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ അനധികൃതമായി 6 ലക്ഷം പേരെ ഉൾപ്പെടുത്തിയെന്ന P. ചിദംബരത്തിന്റെ വാദം തള്ളി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആരോപണം അടിസ്ഥാനരഹിതം. നേതാക്കളുടെ ഭാഗത്തുനിന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രതികരണങ്ങൾ ഉണ്ടാകരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇനി അന്തർദേശീയ വാർത്തകൾ. ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 40 പേർക്ക് ദാരുണാന്ത്യം. പട്ടിണി മരണവും കൂടുന്നു. നിരായുധീകരണത്തിന് സന്നദ്ധത പ്രകടിപ്പിച്ചെന്ന വാർത്ത നിഷേധിച്ച് ഹമാസ്. ദേശീയാവകാശങ്ങൾ പൂർണ്ണമായി പുനഃസ്ഥാപിക്കപ്പെടുന്നതുവരെ ഇസ്രായേലി അധിനിവേശം ചെറുക്കുക തന്നെ ചെയ്യുമെന്ന് പലസ്തീൻ സംഘടന. ജപ്പാനിലെ മാൻഹോളിൽ വീണ അപകടത്തിൽ 4 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയിലെ എണ്ണ ഡിപ്പോയിൽ വൻ തീപിടുത്തം. ആക്രമണം റഷ്യയിലെ സോച്ചി എയർപോർട്ടിന് സമീപം. നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി. യുക്രൈനിലെ തെക്കൻ നഗരമായ മൈക്ലോവിൽ റഷ്യൻ മിസൈൽ ആക്രമണം. നിരവധി വീടുകൾ തകർന്നു. ശക്തിപ്രകടനമായ റഷ്യ-ചൈന സംയുക്ത സൈനികാഭ്യാസം. പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ ഭാഗമായ ജപ്പാൻ കടലിലാണ് റഷ്യയും ചൈനയും സൈനികാഭ്യാസം നടത്തിയത്. അമേരിക്കൻ നേതൃത്വത്തിലുള്ള ആഗോള ശക്തിയെ വെല്ലുവിളിക്കുന്നതാണ് സംയുക്ത അഭ്യാസം. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് പൂർണ്ണ സാമ്പത്തിക പിന്തുണ ചൈന പ്രഖ്യാപിച്ചു. സിറിയയിലെ സ്യൂഡയിൽ സായുധ സംഘങ്ങൾ സുരക്ഷാ സേനയെ ആക്രമിച്ചു. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരുക്ക്. പാകിസ്ഥാൻ ഇസ്ലാമാബാദിൽ ഭൂചലനം. 5.4 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. നോക്കാം ബിസിനസ് വാർത്തകൾ. BMW F450 GSന്റെ ഡിസൈൻ പുറത്തിറക്കിയ കമ്പനി. BMW F450 GS വരും മാസങ്ങളിൽ ഇന്ത്യയിൽ പുറത്തിറക്കുമെന്ന് സൂചന. ഇന്റർ മയാമി നായകൻ ലിയോണൽ മെസ്സിക്ക് പരുക്ക്. ലീഗ്സ് കപ്പ് മത്സരത്തിനിടെ പരിക്കേറ്റ മെസ്സി 11-ാം മിനിറ്റിൽ തന്നെ കളം വിട്ടു. പരിക്ക് ഗുരുതരമല്ലെന്ന് പരിശീലകൻ മഷരാനോ. 29-ാം വയസ്സിൽ വിരമിക്കൽ ആലോചിച്ച് ഇംഗ്ലണ്ട് ഫുട്ബോൾ താരം ഡെലെ അലി. ഇറ്റാലിയൻ ക്ലബ്ബ് കൊമോയിൽ സ്ഥാനം നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് മുൻ ടോട്ടനം താരമായ അലിയുടെ തീരുമാനം. ബാഴ്സലോണ താരം ഫെർമിൻ ലോപ്പസിനായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രംഗത്ത്. 70 ദശലക്ഷം പൗണ്ടാണ് വാഗ്ദാനം. മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി തെറ്റിയ അർജന്റീന താരം അൽജാൻഡ്രോ ഗർനാച്ചോ ചെൽസിയിലേക്ക്. താരവും ക്ലബ്ബുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. പാകിസ്ഥാനെതിരായ 2ാം T20യിൽ വെസ്റ്റ് ഇൻഡീസ് 2 വിക്കറ്റിന് ആവേശ ജയം. 134 റൺസ് വിജയലക്ഷ്യം മറികടന്നത് അവസാന പന്തിൽ. വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻഡ്സ് ടൂർണമെന്റിൽ നിന്ന് ടീമിനെ പിൻവലിച്ച് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. പാകിസ്ഥാനെതിരെ കളിക്കാൻ ഇന്ത്യ തയ്യാറാവാത്ത ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സംഘാടകരുടെ നടപടികൾ പക്ഷപാതപരമെന്നാണ് PCB ആരോപണം. രാജ്യാന്തര അക്വാട്ടിക് ടെക്നിക്കൽ കമ്മിറ്റി അംഗമായ മലയാളി S. രാജീവ് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ മലയാളി. തിരുവനന്തപുരം സ്വദേശിയായ രാജീവ് 3 ഒളിമ്പിക്സുകളിൽ നീന്തൽ മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്. പ്രചരിക്കുന്നതിലെ വസ്തുത നോക്കാം. ഫാക്ട് ചെക്ക്.
റഷ്യയിലുണ്ടായ ഭൂചലനത്തിൽ കെട്ടിടങ്ങൾ തകർന്നുവെന്ന തരത്തിലുള്ള ചിത്രം പ്രചരിക്കുന്ന ചിത്രം മ്യാൻമറിൽ നിന്നുള്ളതാണ്. ഇനി നാളെ അറിയാം. തിരുവനന്തപുരം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ബ്രാഞ്ചുകളിലേക്ക് നാളെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നു. കീം പരീക്ഷാ ഫലം ബാധകമല്ല. കൊല്ലം പെരുങ്കുളം PVHSSൽ HST ഇംഗ്ലീഷ് ഹിന്ദി അധ്യാപകരുടെ താൽക്കാലിക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10:30 നടക്കും. ഇടുക്കി കോമ്പയാർ പുഷ്കണ്ഠം റോഡിൽ കലുങ്ക് നിർമ്മാണം നടക്കുന്നതിന്റെ ഭാഗമായി നാളെ മുതൽ ഗതാഗത നിയന്ത്രണം. നിർമ്മാണം പൂർത്തീകരിക്കും വരെ ഗതാഗത നിയന്ത്രണം തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. കോട്ടയം പയ്യപ്പാടി ചീരംകുളം ഗവൺമെന്റ് UP സ്കൂളിൽ പാർട്ട് ടൈം ഹിന്ദി അധ്യാപക ഒഴിവ്. നാളെ രാവിലെ 10:30 സ്കൂളിൽ വെച്ചാണ് അഭിമുഖം. പത്തനംതിട്ട മണ്ണാറക്കുളഞ്ഞി കോഴഞ്ചേരി റോഡിലൂടെയുള്ള ഗതാഗതം നാളെ മുതൽ 1 മാസത്തേക്ക് പൂർണ്ണമായി നിരോധിച്ചു. പാമ്പാടിമൺ അമ്പലം മുതൽ സെന്റ് തോമസ് കോളേജ് ജംഗ്ഷൻ വരെയുള്ള വൺ വേ റോഡ് നവീകരിക്കുന്നതിനെ തുടർന്നാണ് നിയന്ത്രണം. ലേറ്റസ്റ്റ് ന്യൂസ്. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 179. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് മാണ്ഡി, കുളു, ചമ്പൽ ജില്ലകളിൽ. തെലങ്കാന രംഗറെഡ്ഡി ജില്ലയിലെ ഫാം ഹൌസിൽ പാർട്ടിക്കിടെ മയക്കുമരുന്നുമായി 6 ടെക്കികൾ അറസ്റ്റിൽ. ഇവരിൽ നിന്ന് 2 ലക്ഷം രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു. 100 ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി.